കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നത് വെറും ചട്ടുകങ്ങൾ മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ എവിടെ കിട്ടുമോ അതിനു വേണ്ടി അവർ പമ്മി നിന്നിട്ടോ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു വിഭാഗമാണത്. എല്ലാ നാട്ടിലും എല്ലാ സമരങ്ങളിലും ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആദിവാസി ദളിത് ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഉപരിവർഗത്തിൻ്റെ ആളുകൾ, അതായത് മേൽജാതിയിൽപ്പെട്ട ആളുകൾ സാധാരണ ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. മയിലമ്മയെ ഒരു നേതാവായിട്ട് ഉയർത്തി കാണിച്ചിട്ടില്ല. എപ്പോഴും വിളയോടി വേണുഗോപാൽ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിൽ സമര നേതാവ് വിളയോടി വേണുഗോപാലായിട്ട് തന്നെയാണ് ഉയർത്തി കാണിച്ചിട്ടുള്ളത്. തൊഴിൽ സംരക്ഷണ സമിതി ഈ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനിയിലെ താൽക്കാലിക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടും. ഈ കമ്പനിക്കെതിരായിട്ടുള്ള സമരം മുന്നോട്ട് പോയാൽ കമ്പനി പൂട്ടും, അവർ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ആ തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവരൊരു താൽക്കാലികമായിട്ടൊരു തൊഴിൽ സംരക്ഷണ സമിതി എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുയോഗം നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്. ആ തൊഴിൽ സംരക്ഷണ സമിതിയുടെ പേരിൽ ആ പൊതുയോഗം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന സാധാരണ ആദിവാസികൾക്കെതിരായിട്ടോ ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിക്കോ ട്രേഡ് യൂണിയനോ പരസ്യമായി നിലപാടെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ടാണ് അവർ ആ പേരിൽ ഒരു പൊതുയോഗം അവർ നടത്താനും അതിനുവേണ്ടി ഒരു താൽക്കാലിക സമിതി ഉണ്ടാക്കാനും അവർ തീരുമാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ പൊതുയോഗം, ഈ തൊഴിൽ സംരക്ഷണ സമിതിയുടെ പൊതുയോഗം നടത്തിയതിൻ്റെ എല്ലാ സാമ്പത്തിക പിൻബലവും കൊടുത്തത് കമ്പനി തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നത് വെറും ചട്ടുകങ്ങൾ മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ എവിടെ കിട്ടുമോ അതിനു വേണ്ടി അവർ പമ്മി നിന്നിട്ടോ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു വിഭാഗമാണത്. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് എല്ലാവർക്കും തന്നെ പല കാര്യങ്ങളും അനുഭവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് കമ്പനിയുടെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണത്. ഈ പറയുന്ന ഘാട്ടും കാണാ ചരടുകളും എഴുതി MP വീരേന്ദ്രകുമാർ എഴുതി. ഈ കോർപ്പറേറ്റുകൾക്കൊക്കെ വാ തോരാതെ സംസാരിക്കുന്നു. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ആഗോളവൽക്കരണത്തിനെതിരെയും സ്വകാര്യവൽക്കരണത്തിനെതിരെയും ഇത്തരം കാര്യങ്ങൾക്കെതിരെയൊക്കെ വലിയ തോതിൽ പുസ്തകം എഴുതിയും പ്രസംഗിച്ചും അതുപോലെ തന്നെ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളുടെ നയങ്ങളായിട്ട് അത് പുറത്തു വരികയൊക്കെ ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് കേരളത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ജനതാദളിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിലാണ് ഈ കൊക്കക്കോളയ്ക്കെതിരായിട്ടുള്ള സമരം ഏറ്റവും ദുർബലരായ ആദിവാസികൾ നടത്തുന്നത്. അപ്പം അങ്ങനെ നടത്തുമ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് ഒരു വലിയൊരു കോൺട്രവേഴ്സിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്. ഒരു സ്ഥലത്ത് കോർപ്പറേറ്റുകൾക്കെതിരെ നിലപാടെടുക്കുന്നു, സെയിം ടൈം അവർ തന്നെ ഭരിക്കുന്ന അവരുടെ പഞ്ചായത്തിൽ അതിനനുകൂലമായിട്ട് അവർ വേണ്ട കാര്യങ്ങളൊക്കെ കൊക്കക്കോളയ്ക്ക് അനുകൂലമായിട്ട് നടക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം നമ്മളൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നു, ഇവരുടെ ഇരട്ടത്താപ്പ് ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വണ്ടിത്താവളത്ത് MP വീരേന്ദ്രകുമാറിനെ കൊണ്ടുവന്ന് ഒരു പൊതുയോഗം നടത്തി. അവർ ജനതാദൾ ഒരു പൊതുയോഗം നടത്തേണ്ട ഒരവസ്ഥയിൽ ആ പൊതുയോഗത്തിൽ വെച്ചിട്ട് അവർക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. നമ്മൾ സമരസമിതി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, പ്രചാരണം നടത്തുന്നുണ്ട്. ജനതാദളിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണം. MP വീരേന്ദ്രകുമാർ ഇതിന് അനുകൂലമാണോ അല്ലയോ,
ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി കൊക്കക്കോളയ്ക്ക് ലോഡ് കണക്കിന് വെള്ളം തങ്ങളുടെ സ്ഥലത്ത് നിന്നും ബോർവെൽ വെള്ളം ടാങ്കറിലാക്കിയിട്ട് ഒരു ടാങ്കറിന് 500 രൂപ നിരക്കിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം എന്നുള്ളത് നമ്മൾ വലിയ പ്രചാരണം നടത്തി. അതൊരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനാണ്. നമ്മൾ സമരം നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് സമരത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കും സമരത്തിൻ്റെ പിന്നോട്ടുള്ള പോക്കും എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനാണ്. ആ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ MP വീരേന്ദ്രകുമാറിന് കൊക്കക്കോളയ്ക്കെതിരായിട്ടുള്ള നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ജനതാദൾ ഔദ്യോഗികമായി ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ അനുമതി റദ്ദാക്കുന്നതടക്കമുള്ള ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടന്നത്. ജനതാദൾ ഇതിനെതിരെ നിലപാടെടുത്തപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇതിനെതിരെ നിലപാടെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മറ്റ് എല്ലാ പാർട്ടികളും വന്നത്. ഏകദേശം ഒരു 90ാമത്തെ ദിവസമോ 100ാമത്തെ ദിവസമോ അങ്ങനെ വളരെ വർഷങ്ങളൊന്നും എടുത്തില്ല. സമരം തുടങ്ങി കുറച്ച് കാലങ്ങൾക്കിടയ്ക്ക് ആണ് അദ്ദേഹം ഇവിടെ വന്നത്, വണ്ടിത്താവളത്ത് വന്നത്. വിളയോടി എന്താ വെച്ച് കഴിഞ്ഞാൽ വിളയോടി വേണുഗോപാൽ ഈ പൊതുപ്രവർത്തനത്തിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വിളയോടി വേണുഗോപാലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഊണും ഉറക്കവും ഉണ്ടാവില്ല. അതായത് കുളിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഉറങ്ങിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരാഴ്ചയൊന്നും കുളിക്കുകയില്ല, കുളിക്കാൻ സമയം കിട്ടില്ല. ഫുൾ ടൈം ഈ ആദിവാസികളുടെ ഇടയിലും ദളിതുകളുടെ ഇടയിലും ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ സാമൂഹിക പ്രവർത്തനമായിട്ട് ഫുൾ ടൈം ഇറങ്ങി നടക്കുന്ന ആളാണ്, ഫുള്ള് യാത്ര ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈ കമ്പനിക്ക് ചുറ്റും പ്രതിഷേധ പരിപാടി വിളയോടി ഉണ്ടാകുന്ന സമയത്തും വിളയോടിയുടെ അസാന്നിധ്യത്തിലും സമരസമയം തീരുമാനിച്ചിട്ട് കാലത്തും വൈകുന്നേരത്തും പ്രകടനം ഉണ്ടായിരുന്നു. അതായത് കൊക്കക്കോള കമ്പനിയുടെ മുൻപിൽ നിന്നും കന്നിമാരി വരെ പ്രകടനം. കാലത്ത് സമരം തുടങ്ങുന്നതിന് മുമ്പ് പ്രകടനം നടത്തിയിട്ട് ഇവിടെ വരും. സമരപന്തലിൽ നിരാഹാരം ഇരിക്കുന്ന ആളുകൾക്ക് മാലയിട്ട് കൊടുക്കും. അതുപോലെ വൈകുന്നേരം ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രകടനം നടത്തിയിട്ട് വന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതല്ലാതെ അത് റോട്ടിൽ കൂടെ പോയിട്ട് വരുന്നതാണല്ലോ. ഇതല്ലാതെ പ്ലാച്ചിമടയിൽ കോളനിയുണ്ട്. കമ്പനിയുടെ പടിഞ്ഞാറ് വശത്തുള്ള പ്ലാച്ചിമട കോളനിയും കമ്പനിയുടെ തെക്ക് ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള വിജയനഗരം കോളനിയിലും അവിടെ ഈ കോളനി ഈ ചെറിയ ഹാൻഡ് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊക്കക്കോളയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൊക്കക്കോള സമരത്തിൽ പങ്കാളികളാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളയോടി അത്തരം പ്രവർത്തനങ്ങളൊക്കെ സ്ഥിരമായി ഞങ്ങളൊക്കെ കൂടെ പോവും, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. (2002) മെയ് 26, 27 തീയതികളിൽ ചിറ്റൂർ താലൂക്കിൽ ഈ കൊക്കക്കോളയ്ക്ക് എതിരായിട്ടുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായി നടന്ന മൈക്ക് അനൗൺസ്മെൻറ്റ് അത് അവരെ കമ്പനിയെ വളരെയധികം ചൊടിപ്പിച്ചൊരു സംഭവമാണ്. കാരണം കമ്പനിയുടെ ജലശോഷണത്തെയും അതുപോലെ തന്നെ കമ്പനിയുടെ ഈ മലിനീകരണത്തെയും കമ്പനിയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയുള്ള ഒരു മൈക്ക് അനൗൺസ്മെൻറ്റാണ് അത് നടത്തിയത്. അത് വലിയ ചലനങ്ങൾ ആളുകൾക്കിടയിൽ സൃഷ്ടിച്ചു. അങ്ങനെയാണ് 2ാമത്തെ ദിവസം അറസ്റ്റ് ചെയ്യണത്. വാഹനമൊക്കെ പിടിച്ചു വെച്ചിരുന്നു, കേസൊക്കെ ആക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. (2002) ജൂൺ 7-ാം തീയതി പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് കമ്പനിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൂലും ചാണകവും കൊണ്ട് മാർച്ച് നടത്തിയിരുന്നു. അതേപോലെ ചൂലും ചാണകവും കൊണ്ട് MLA ശ്രീ അച്യുതൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും മാർച്ച് നടത്തിയിരുന്നു. ഇങ്ങനെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. 1-2 അല്ല. MP വീരേന്ദ്ര അവർ രാഷ്ട്രീയമായി തീരുമാനം എടുത്തല്ലേ. രാഷ്ട്രീയമായി അവർ ഈ കമ്പനി കൊക്കക്കോള കമ്പനിക്ക് അനുകൂലമായി ഈ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഔദ്യോഗികമായി തന്നെ തീരുമാനിക്കുകയും പരസ്യമായി കോള കമ്പനിക്കെതിരെ പ്രവർത്തിക്കാൻ
അവർ നിലപാടെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമാട്ടി പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമാട്ടി പഞ്ചായത്ത് ലൈസൻസ് നിയമവിധേയമായിട്ട് അത് റദ്ദ് ചെയ്യുന്നത്. മയിലമ്മയെ ശരിക്കും സമരനായികയായി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സമരത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു 2 സ്ട്രക്ചറാണ് സമരസമിതിക്ക്. ഇന്നർ സ്ട്രക്ചറിൽ മിക്കവാറുമുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ സമരസമിതിയുടെ പ്രവർത്തനം എങ്ങനെയൊക്കെ പോകണം, അതായത് സമരപ്പന്തലിൽ ആരെല്ലാം വരണം, ഈ വരുന്ന ആളുകളെ ഏതെല്ലാം രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അവർ വരുന്ന ആളുകളുടെ കോണ്ടാക്ട്സ് എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അവരുടെ അടുത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയേണ്ടത്, ഈ സമരത്തെ സംബന്ധിച്ച് പ്ലാച്ചിമട കമ്പനി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത്, ഏത് രീതിയിലാണ് പറയേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും തീരുമാനിച്ചിരുന്നത് ആദിവാസി സംരക്ഷണ സംഘമാണ്. ആദിവാസി സംരക്ഷണ സംഘം എന്ന് പറയുന്നത് മുരുകേശൻ, ഗോവിന്ദാപുരം മുരുകേശൻ, വേലൂർ സ്വാമിനാഥൻ, മാരിയപ്പൻ നീളിപ്പാറ, മയിലമ്മ ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. ഇതിലൊരു എല്ലാ കാലത്തും എല്ലാ നാട്ടിലും എല്ലാ സമരങ്ങളിലും ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആദിവാസി ദളിത് ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഉപരിവർഗത്തിൻ്റെ ആളുകൾ, അതായത് മേൽജാതിയിൽപ്പെട്ട ആളുകൾ സാധാരണ ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഭൂരിപക്ഷം ആളുകളും, കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇവരെ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവരെ മുന്നിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് പല അവസരങ്ങളിലും പ്ലാച്ചിമടയിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അത് ഒരു വിമർശനപരമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വിളയോടി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. അതിൽ ആദിവാസി സംരക്ഷണ സംഘമുണ്ട്, പിന്നെ ഈ പറയുന്ന കൊക്കക്കോള വിരുദ്ധ സമരസമിതിയുടെ പേരിലാണ് ഈ സമരം നടക്കുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഘടനകളുടെ പങ്കാളിത്തമുണ്ട്. അങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിലും ഈ ആദിവാസികളെ മുന്നിൽ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം ബോധപൂർവം നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ടവൻ്റെ വികാരം അവർക്കെല്ലാം അറിയുള്ളൂ. ഈ ആദിവാസി ജനവിഭാഗത്തിന് അത് ബോധ്യമുണ്ട്. പക്ഷേ അവർക്കത് പ്രതികരിക്കാനോ അതെങ്ങനെ മറികടക്കണമെന്നോ അവർക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആദിവാസി സംരക്ഷണ സംഘമാണ് ശരിക്കും ഈ പറയുന്ന പോലെ ഒരു ആദിവാസികളുടെ പേരിൽ നടത്തുന്ന ഒരു സമരത്തിന് ആദിവാസി തന്നെ നേതൃത്വം കൊടുക്കുക, നേതൃത്വ രംഗത്ത് വരണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മയിലമ്മയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഈ സമരം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മയിലമ്മ വരുന്നത്. അപ്പോൾ മയിലമ്മ കൊണ്ടുവരിക പറഞ്ഞാൽ മയിലമ്മ ദിവസം ചുമതല ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസം സമരപ്പന്തലിൽ വരുന്നു, വൈകുന്നേരം വരെ സമരപ്പന്തലിലിരിക്കുന്നു, വൈകുന്നേരമായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. മറ്റ് പല ആളുകളും സമരപ്പന്തലിൽ വരും. അപ്പോൾ ആരെങ്കിലും ഈ സമരവുമായി ബന്ധപ്പെട്ട് വിളിക്കുകയാണെങ്കിലോ അന്വേഷിക്കുമ്പോഴോ എന്തെങ്കിലും വിവരങ്ങൾക്കോ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ പ്രാദേശികമായി നമ്മളെന്ത് ചെയ്യും, മയിലമ്മയുടെ നമ്പർ കൊടുത്തിട്ട് മയിലമ്മനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ മയിലമ്മയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മയിലമ്മ വരുന്നത്. ബ്രീവറി സമരത്തിൻ്റെ ഒരു യോഗം ഇന്നലെ ഓൺലൈൻ മീറ്റിംഗ് നടന്നു. അപ്പോൾ ഒരു ഐക്യദാർഢ്യ സമിതി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളുകൾ ഈ മീറ്റിങ്ങിന് വന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് ഒരു സമരസമിതി ഉണ്ടാക്കി, ഒരു ഐക്യദാർഢ്യ സമിതി ഉണ്ടാക്കി, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഉടനെ നാട്ടുകാരൊക്കെ അതിൽ ഇഷ്ടംപോലെ സംഭാവന ചെയ്യുന്നതാണ് ആളുകൾ വിചാരിക്കുന്നത്. നിറയെ ഫണ്ട് വരും, സംഭാവന കിട്ടുന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. സത്യത്തിൽ ഈ സംഭാവന തരുന്ന ആളുകളുടെ എണ്ണം വളരെ തുലവും കുറവാണ്. ഈ സമരം നടത്തുന്ന ആളുകളോ ഈ ഐക്യദാർഢ്യ പ്രവർത്തകരുടെ കയ്യിൽ നിന്നോ എടുത്തിട്ടാണ് പല കാര്യങ്ങളും ഈ സമരത്തിനെ മുന്നോട്ട്, എല്ലാ സമരങ്ങൾക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് പല ആളുകൾക്കും ഇത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ സമരം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സമരപ്പന്തലിൽ വരുന്ന പല സംഘടനകളുമുണ്ട്, പല വ്യക്തികളുമുണ്ട്. ഈ വരുന്ന ആളുകൾക്ക് ഉച്ച സമയമാണെങ്കിൽ ഇവിടുന്ന് കഞ്ഞി വയ്ക്കും. സമരപ്പന്തലിനുള്ളിൽ തന്നെ കഞ്ഞി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. കഞ്ഞി വയ്ക്കുക പറയുമ്പോൾ 30 കിലോ അരി, 60 കിലോ അരി റേഷൻ കടക്കാർക്ക് സംഭാവനയായിട്ട് തരും. അല്ലെങ്കിൽ പല സംഭാവനകളിൽ നിന്ന് കിട്ടുന്ന അരിയായിട്ടും തേങ്ങയായിട്ടൊക്കെ നമ്മൾ സംഭാവനയായിട്ട് തുടക്കകാലങ്ങളിൽ പരിസരവാസികളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ അരി കൊണ്ടാണ് കഞ്ഞി വെച്ച് കൊടുത്തിരുന്നത്, ആളുകൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വരുന്ന ആളുകൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണമല്ലോ. ഇത് ഒരു ഘട്ടത്തിൽ ഈ കളക്ഷന് പോകാൻ ആളില്ല, സമരം ദുർബലമാകുമല്ലോ. ചില സമയത്ത് ചില ആളുകൾക്ക് നിരാശ വരുമല്ലോ, കുറേ കാലമായിട്ടും സമരം വിജയിച്ചില്ല, നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല എന്ന് വരുമ്പോൾ ആളുകൾക്കൊക്കെ നിരാശ വരും. അപ്പോൾ കുറേ ആളുകൾ പിൻവലി. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കളക്ഷൻ നടക്കില്ല, സംഭാവന നടക്കില്ല, പിരിവ് നടക്കില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ട് അരി അവിടെ ഉണ്ടാവില്ല പന്തലിൽ. അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ വരുമ്പോൾ അവർ കഞ്ഞി വെച്ച് കൊടുക്കണം. പിന്നെ ഈ സ്ഥിരമായിട്ട് ആളുകൾ സമരപ്പന്തലിൽ വരുന്നതിനൊരു കാരണം വീട്ടിൽ പട്ടിണിയായിരിക്കും. അപ്പോൾ സമരപ്പന്തലിൽ വരുമ്പോൾ കഞ്ഞി കിട്ടും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറേ ആളുകൾ 10-20 ആളുകളൊക്കെ സമരപ്പന്തലിൽ വരും. 10 ദിവസങ്ങൾ വന്ന് കഞ്ഞി കുടിക്കാമല്ലോ ഉച്ചയ്ക്ക്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇവിടെ കഞ്ഞി വയ്ക്കാൻ പോലും വകയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും, അത് ഞങ്ങൾ ഈ കമ്മിറ്റികൾ കൂടുമ്പോൾ പറയും ഇങ്ങനെ കഞ്ഞി വയ്ക്കാനുള്ള പ്രയാസമുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ഐക്യദാർഢ്യത്തിന് വേണ്ടി വരുന്ന പല സംഘടനകളും 100 രൂപ, 500 രൂപ, 300 രൂപ, 1000 രൂപ, 1500 രൂപ, 25 രൂപ, 50 രൂപയൊക്കെ ഇങ്ങനെ സംഭാവന കൊടുക്കും. ഇത് കൊടുക്കുന്നത് മിക്കവാറും വിളയോടി ചെയർമാനായതുകൊണ്ട് വിളയോടിൻ്റെ കയ്യിൽ കൊടുക്കും. വിളയോടി അത് പുട്ടടിക്കുകയൊന്നുമില്ല. വിളയോടി എന്തു ചെയ്യും, ഉടനെ എറണാകുളത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിന് വിഴുപ്പിൽശാലയിൽ ഒരു മീറ്റിംഗ് നടക്കണു, അല്ലെങ്കിൽ എൻഡോസൽഫാൻ്റെ കണ്ണൂർ കാസർഗോഡ് മീറ്റിംഗ് നടക്കണമെന്ന് പറയുമ്പോൾ അവിടെ പോകുമ്പോൾ യാത്രാ ചെലവിന് കാശില്ലല്ലോ, വരുമാനമില്ലല്ലോ വേറെ. അപ്പോൾ ഈ കാശെടുത്ത് ഉപയോഗിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സമരത്തിന് വേണ്ടി കിട്ടുന്ന കാശാണ്, അതിവിടെ അരി വാങ്ങാനോ വേറെ ഇവിടെ നിത്യ ചെലവുകൾക്കുള്ള കാശാണ്. അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ആളുകൾ സംഭാവന കൊടുക്കുന്നത്. പക്ഷേ അത് ഇവിടെ എത്തില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് മറികടക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ എന്തെങ്കിലും സംഭാവന തരികയാണെങ്കിൽ അത് മൈലമ്മൻ്റെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് നമ്മളൊരു പ്രത്യേകമായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൈലമ്മയും വിളയോടിയും മൈലമ്മ എപ്പോഴും സമരപ്പന്തലുണ്ടാവും, വിളയോടി എപ്പോഴും സമരപ്പന്തലുണ്ടാവില്ല. അപ്പോൾ ആളുകൾ വരുമ്പോൾ ഐക്യദാർഢ്യമൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും സംഭാവന കൊടുക്കും, അതിരിക്കട്ടെ പറഞ്ഞ് കൊടുക്കും. അല്ലെങ്കിൽ അവിടെ ഒരു സംഭാവന പാനി വെച്ചിട്ടുണ്ട്, ഒരു കുടം വെച്ചിട്ടുണ്ട് സംഭാവന എന്ന്, ആളുകൾ അതിലിടും. വൈകുന്നേരം ആയാൽ അതൊക്കെ എല്ലാവരും കൂടി പെറുക്കി ഈ 1200 രൂപ അല്ലെങ്കിൽ 750 രൂപ, 200 രൂപ, 150 രൂപ ഒരു ദിവസത്തെ സംഭാവനയായിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് കണക്കൊക്കെ വയ്ക്കും. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഈ പൈസ മൈലമ്മ എടുത്ത് വെക്കണം. ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് എത്രയാണെന്ന് പറഞ്ഞാൽ ശരി എടുക്കുക പറഞ്ഞ് ചിലപ്പോൾ വിളയോടി വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ ഒരു തീരുമാനം എടുത്തു, അത് ഹാൻഡിൽ ചെയ്യണം, മൈലമ്മ ഹാൻഡിൽ ചെയ്യണം. മൈലമ്മ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പല ആളുകളും വരുമ്പോൾ സംഭാവന തരുമ്പോൾ ആളുകളതൊക്കെ കൺവേ ചെയ്തിട്ടുണ്ട്, മൈലമ്മൻ്റെ അടുത്ത് കൊടുത്താൽ മതി. മൈലമ്മൻ്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, ഓണറിൻ്റെ അടുത്ത് കൊടുത്താൽ ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ നമ്മൾ പല ആളുകളും കൺവേ ചെയ്യുമല്ലോ. അങ്ങനെ തീരുമാനമാകുമ്പോൾ അത് അങ്ങനെയാണ് ഈ മൈലമ്മയും വിളയോടിയും തമ്മിൽ അകൽച്ച വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ആളുകളൊക്കെ വരുമ്പോൾ എന്താണ്, ആൾക്ക് യാത്രാ ചെലവിന് പോലും കാശുണ്ടാവില്ല. അപ്പോൾ ആളുകൾ വരുന്ന ഒരു സംഭാവനയൊക്കെ ഹാൻഡിൽ ചെയ്യണം മൈലമ്മയായിരിക്കും ഇവിടെ ചെയ്യുക. മൈലമ്മ തന്നെ വീട്ടിൽ കൊണ്ടുപോകില്ല. ഇവിടെ അരിയില്ലാത്ത അവസ്ഥയിൽ എത്രയോ തവണ മൈലമ്മ വീട്ടിൽ നിന്നുള്ള അരി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഭക്ഷണം വെച്ചിട്ട് നാട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആരും കൂടെ പിരിച്ച് അങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ സംഭാവനയൊന്നും ഇവിടെ ഉണ്ടാവില്ല, നമുക്കറിയാം എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ആണ് ഈ പറയുന്ന മൈലമ്മ ഇത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നേതൃത്വ രംഗത്ത് വരുന്നത്. പിന്നെ സമരപ്പന്തലിൻ്റെ കൺട്രോള് മൈലമ്മയ്ക്ക് വരുന്നത്. നേതാവ് എന്നുള്ള നിലയ്ക്ക് മൈലമ്മ ഒരു നേതൃത്വ ഗുണമുള്ള ആളാണ്, ഒരു നേതാവാണ്. എന്നാൽ മൈലമ്മയെ ഒരു നേതാവായിട്ട് പത്രക്കാർ അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വരുന്ന പല ആളുകളും നേതാവായിട്ട് അംഗീകരിച്ചിരുന്നു. ഈ സമരസമിതി എന്ന് പറഞ്ഞാൽ കൊക്കോള വിരുദ്ധ സമരസമിതി മൈലമ്മയെ ഒരു നേതാവായിട്ട് ഉയർത്തി കാണിച്ചിട്ടില്ല. എപ്പോഴും വിളയോടി വേണുഗോപാൽ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിൽ സമര നേതാവ് വിളയോടി വേണുഗോപാലായിട്ട് തന്നെയാണ് ഉയർത്തി കാണിച്ചിട്ടുള്ളത്. ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ആദിവാസി ദളിത് സംഘടനകളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വന്ന പല ആളുകളുമാണ് മൈലമ്മയെ ഒരു നേതാവാക്കി ഉയർത്തി കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആദിവാസി സംരക്ഷണ സംഘം. ഔട്ട്ലുക്കിൻ്റെ അവാർഡ് ഡൽഹിയിൽ വെച്ചിട്ടാണ് വാങ്ങുന്നത് മൈലമ്മയ്ക്ക്, ഈ പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്. ഈ 50,000 രൂപ കിട്ടിയപ്പോൾ ഈ തുക മൈലമ്മയ്ക്കാണല്ലോ കിട്ടിയത്,
സമരസമിതിക്കല്ലല്ലോ കിട്ടിയത്, മയിലമ്മ എന്ന് പറയുന്ന വ്യക്തിക്കാണല്ലോ കിട്ടിയത്. അപ്പോൾ ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് അത് സമരസമിതിക്ക് കൊടുക്കണോ, സമരപ്രവർത്തനങ്ങൾക്ക് കൊടുക്കണോ, സ്വന്തം ആവശ്യത്തിന് എടുക്കണോ എന്നുള്ളത്. അപ്പോൾ മയിലമ്മ തീരുമാനിച്ചു അവരുടെ സ്വന്തം ആവശ്യത്തിന് എടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതിന് കാരണമുണ്ട്. കാരണം വർഷങ്ങളോളം സമരപന്തലിൽ അവർ വരുന്നുണ്ട്, അവർ പണിക്ക് പോകുന്നില്ല, അവർക്ക് പ്രത്യേകിച്ച് വരുമാനമില്ല. എന്ന് മാത്രമല്ല പല അവസരങ്ങളിലും സ്വന്തം കാശ് ഈ സമരത്തിന് വേണ്ടി ഒരുപാട് ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മക്കൾ സമ്പാദിച്ചിട്ടുള്ള അരി അല്ലെങ്കിൽ സൗജന്യ റേഷനായിട്ട് ഇവർക്ക് കിട്ടുന്ന അരി കൊണ്ടുവന്നിട്ടാണ് നാട്ടുകാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തുണി വാങ്ങുന്നതിനോ വീട്ടിലെ ചിലവ് നടത്തുന്നതിനോ ഒന്നുമുള്ള വരുമാനമില്ല. അപ്പോൾ ഈ 50,000 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി കൊടുത്തതാണ്. ആ തുക സമരസമിതിക്കാണ് കിട്ടിയത്, സമരത്തിന് വേണ്ടിയിട്ടാണ് കിട്ടിയത് എന്നുള്ളൊരു ദുഷ്പ്രചരണം നടത്താൻ മയിലമ്മയ്ക്ക് എതിരായിട്ട് നിലപാടുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് ബോധപൂർവം. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഒരു വൈരുദ്ധ്യം, ഇവിടെ ഒരു പ്രശ്നമുണ്ടായിട്ടുള്ളത്. ഇത് മയിലമ്മയ്ക്ക് വേണ്ടി കിട്ടിയ അതല്ല, സമരസമിതിക്ക് വേണ്ടിയിട്ടും സമരത്തിനും വേണ്ടിയിട്ടും ഔട്ട്ലുക്കുകാർ കൊടുത്തതാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചാരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇതിൻ്റെ പേരിൽ ഒരു മുറുമുറുപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്.